നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട DQ പാൻ ഇന്ത്യൻ സ്റ്റാർ ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഹൃദയം നിറഞ്ഞ 1000 ജന്മദിന ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വലിയൊരു അപ്ഡേഷനും കൊണ്ടുണ്ട് നമ്മുടെ ദുൽഖറിന്റെ. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ ദുൽഖർ സൽമാൻ മലയാളത്തിൽ ഒരു സിനിമ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് ദുൽഖറിന്റെ മലയാളത്തിൽ ഇറങ്ങിയ സിനിമ കിങ് ഓഫ് കൊത്തയാണ്. അതിനുശേഷം തെലുങ്ക് ചിത്രം റിമേക്കായിട്ടാണ് വന്നത്. ദുൽഖറിന്റെ ഏത് ചിത്രം ഇറങ്ങിയാലും അതിപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമ തന്നെ. കാരണം പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ ദുൽഖർ സൽമാൻ വളർന്നിരിക്കുന്നു. അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിൽ പോലും ദുൽഖറിന് ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അയാം ഗെയിം എന്ന സിനിമ ഇതിന്റെ ഒരു അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ പേജിലൂടെ പങ്കുവച്ചിരുന്നു ആദ്യത്തെ ബെറ്റ് ബർത്ത്ഡേ അന്നത്തെ ദിവസം ഉണ്ടാകുന്നു. ഇപ്പം ദുൽഖറിന്റെ ആരാധകർ വളരെ ആവേശത്തിലാണ്. ഐ ആം വെയിറ്റിംഗ്, ഞാനും വെയിറ്റ് ചെയ്യാണ്, കാണാൻ കാത്തിരിക്കുകയാണ് എന്താണ് അയാം ഗെയിം എന്ന സിനിമ. അയാം സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ സമയം തൊട്ട് തന്നെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദുൽഖറിനെ കൂടാതെ പെപ്പയും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട്. സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമായിട്ടാണ് ഇത് തിയേറ്ററിലേക്ക് എത്തുന്നത്. നഹാസ് ഹിദായത്ത് RDXന്റെ സംവിധായകൻ, അദ്ദേഹത്തിന്റെ മറ്റൊരു സംരംഭം കൂടിയാണ് ദുൽഖറിനെ നായകനാക്കിയിട്ട് ഈ അയാം ഗെയിം എന്ന് പറയുന്ന സിനിമ ഓണം റിലീസായിട്ട് ഓഗസ്റ്റ് 20 വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്ന പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെയാണ് സിനിമ എത്തുന്നത്. അപ്പോൾ ദുൽഖറിന്റെ ബർത്ത്ഡേക്ക് ഇരട്ടി മധുരമാണ് പ്രേക്ഷകർക്ക് ദുൽഖർ നൽകുന്നത്. അതോടൊപ്പം തന്നെ തെലുങ്കിൽ ദുൽഖർ മറ്റൊരു സിനിമയും കൂടെ ചെയ്തിട്ടുണ്ട്. ശ്രീ എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ ഒരു സോങ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു. ഗംഭീരമായിട്ടുള്ളൊരു സോങ് തന്നെയാണ്. അതൊരു ലവ് ആക്ഷൻ ഡ്രാമ ചിത്രമായിട്ടാണ് വരുന്നത്. അയാം ഗെയിം RDX എന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള നഹാസ് ഹിദായത്ത് ചെയ്യുന്ന ഈ ഒരു സിനിമ കൂടുതലും ആക്ഷന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കട്ട വെയിറ്റിങ്ങിലാണ് ആരാധകർ. എന്തായിരിക്കും ഇന്ന് ഇറങ്ങാൻ പോകുന്ന ടീസർ? കത്തിക്കുമോ, ടീസർ പൊളിക്കുമോ എന്നൊക്കെ കാത്തിരിക്കുകയാണ്. ഞാനും വലിയൊരു ആകാംക്ഷയിലാണ്. കൃത്യം 6 മണിക്ക് പ്രേക്ഷകരിലേക്ക് ടീസർ എത്തും. ടീസർ കണ്ട് ടീസറിൻ്റെ ആ സമയത്ത് തന്നെ നമ്മളും അതിൻ്റെ റിയാക്ഷനുമായിട്ട് വരുന്നതായിരിക്കും. എന്തായാലും ദുൽഖറിൻ്റെ ബർത്ത്ഡേ ഗംഭീരമായിട്ടാണ് ആരാധകർ ആഘോഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാനും ഫാമിലിയും ആഘോഷിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ട് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് നോക്കാം. ആ സിനിമ എന്ന് മാത്രമല്ല ഇന്ത്യൻ സിനിമയിലുള്ള ഒട്ടുമിക്ക സെലിബ്രിറ്റികൾ ഇന്ന് ദുൽഖർ സൽമാൻ ആശംസകൾ പങ്കുവച്ചിട്ടുള്ള പോസ്റ്ററുകളാണ് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും തരംഗമായി നിൽക്കുന്നത്. കിട്ടില്ല ലുക്ക് എന്ന് പറഞ്ഞാൽ പോരാ, ചെക്കൻ വേറെ ലെവലാണ് കേട്ടോ. ചെക്കൻ പൊളിച്ചടുക്കുന്ന തരത്തിൽ ഒരു സംശയമില്ല. ഏതായാലും കാത്തിരിക്കാം എന്താണ് അയാം ഗെയിം ടീസർ ഞെട്ടിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം. 6 മണിക്ക് എന്തായാലും നിങ്ങൾ മിസ് ചെയ്യേണ്ട. ദുൽഖർ സൽമാന്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് അയാം ഗെയിം എന്ന സിനിമയുടെ ടീസർ പുറത്തിറങ്ങുന്നുണ്ട്. അവൻ വെയിറ്റ് ആൻഡ് സീ എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അതോടൊപ്പം തന്നെ മറ്റൊരു വിശേഷം കൂടെ പറയാനുണ്ട്. മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള നമ്മുടെയൊക്കെ ഇതിഹാസ നടൻ മമ്മൂക്ക നിധി സഹദേവ് ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ പോകുന്നുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. ഓഗസ്റ്റ് ആദ്യ വീക്കിൽ തന്നെ ചെന്നൈയിൽ മമ്മൂക്ക ജോയിൻ ചെയ്യും എന്നാണ് അറിയുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത്. ഇതുവരെ മമ്മൂട്ടി കമ്പനി ചെയ്തിട്ടുള്ളതിൽ ബഡ്ജറ്റ് കൂടിയ ഒരു സിനിമ കൂടിയാണ് നിധി സഹദേവ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രം. ഇതിന് മേള എന്നൊക്കെ ഒരു പേര് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നത്. അത് ഒഫീഷ്യൽ നെയിം ആണോ എന്നൊന്നും അറിയില്ല. എന്താ ചിത്രീകരണം ഉടൻ ആരംഭിക്കുന്നു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. ദുൽഖർ സൽമാൻ മലയാളത്തിന്റെ ഇന്ത്യൻ സിനിമയുടെ പാൻ ഇന്ത്യൻ സ്റ്റാറിന് ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ കാത്തിരിക്കാം ടീസർ.